പ്ലാനറ്റ് ഓഫ് ദി എപ്സ് ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ ചിത്രമായ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എപ്സ് ഈസ് ആക്ച്വലി ഗുഡ്. കാരണം കഴിഞ്ഞ സിനിമ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ട്രയോളജിയുടെ പ്രോപ്പർ കംപ്ലീഷൻ ആയിരുന്നു വാർ ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എപ്സ്. സോ അങ്ങനെ ഒരു സിനിമയിൽ നിന്നും ഇത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഈ റീബൂട്ടല്ല ബാക്കി കണ്ടിന്യൂഷനായിട്ട് ചെയ്യുമ്പോൾ അതിനോട് ഒരുപാട് നീതി പുലർത്തണം. ഒരു 90% അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിത് കാണുന്നത് തോന്നുക. കാരണം നല്ല രീതിക്ക് തന്നെ സിനിമ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കഴിഞ്ഞ അതിൻ്റെ ഒരു തൊട്ട് സീക്വൽ അല്ലാതെ ഒരു 100-300 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു കഥയായിട്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഒരുപാടുണ്ട് സിനിമയിൽ. കാരണം ഒരുപാട് പ്ലോട്ട് പോയിന്റ്സിലേക്ക് ഇതിൽ പോകാനുണ്ട്, ഒരുപാട് വേൾഡ് ബിൽഡിംഗ് ഇതിൽ കാണിക്കാനുണ്ട്. ആ സീസർ ഉണ്ടാക്കി വെച്ച ആ ഒരു കിങ്ഡം, അതിന്റെ കണ്ടിന്യൂഷൻ എങ്ങനെയാണെന്ന് കാണാൻ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ആ ഒരു വേൾഡ് ബിൽഡിങ്ങിൽ അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടറിൽ മുന്നോട്ട് നയിക്കുന്നുണ്ടെന്ന് പറയാം. പ്രത്യേകിച്ച് ആ ഒരു ഇത് കഴിഞ്ഞിട്ടുള്ള വേൾഡ് എങ്ങനെയായിരിക്കും, ആ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിനെ പല രീതിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. എയ്പ്സ് മുഴുവനായിട്ട് കോൺഗ്രേജ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വേൾഡിന്റെ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് നേച്ചർ എന്താണെന്നാണ് ഈ സിനിമയിൽ നമുക്ക് കാണിക്കുക. ആൻഡ് അതിൽ തന്നെ ഈ എയ്പ്സിന്റെ ഇവല്യൂഷനും ഇപ്പോൾ അതിനു മുമ്പ് അവരെങ്ങനെയായിരുന്നുള്ള ഒരു കുറെ ജനറേഷൻ കഴിഞ്ഞു മാറിയത് കൊണ്ട്, ഒരു 100-300 വർഷം കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് ജനറേഷൻസ് വന്നു കഴിഞ്ഞു. സോ അവരൊക്കെ മറന്നിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന കുറെ പാസ്റ്റും കുറെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ മറ്റ് ട്രയോളജിയിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് കഥ അറിയാം. ഈ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നത് എന്നാണ് സിനിമ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ മെയിൻലി 3 ക്യാരക്ടേഴ്സും, മെയിൻ ഒരു ആന്റഗോണിസ്റ്റ് ക്യാരക്ടറും തന്നെ ഒരു പ്രോട്ടഗോണിസ്റ്റ് തന്നെ ഒരു ഹ്യൂമൻ ക്യാരക്ടർ, ഇവർ 3 പേരെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. ആൻഡ് സ്റ്റാർട്ട് ടു എൻഡ് നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ എൻറ്റയർലി ഈ സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു പുതിയ ട്രയോളജിയുടെ ആദ്യത്തെ ഒരു ഇൻസ്റ്റാൾമെന്റ് എന്ന രീതിക്കാണ്. സോ ഇവരെ വെച്ച് ഇനിയും കുറെ സാധനങ്ങൾ ചെയ്യാനുണ്ട്. സോ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ആ ഒരു കെമിസ്ട്രിയും അവർ തമ്മിലുള്ള ബോണ്ട് നമുക്ക് അടുപ്പിക്കണം. അത് വേണ്ടിയിട്ടാണ് ഈ സിനിമ മെയിൻലി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് തന്നെ. സോ ആ രീതിക്ക് ഒരു നല്ല തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി. പക്ഷേ ഈ ഒരു ഫ്രാഞ്ചൈസിലെ ഏറ്റവും ബെസ്റ്റ് മൂവി എന്നൊന്നും എനിക്ക് തോന്നിയില്ല. അത് മാട്രിക്സിന്റെ സിനിമകൾ തന്നെയാണ്. പ്രത്യേകിച്ച് റൈസ് അല്ല, ഡോണും നമ്മുടെ വാർ ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എപ്സ്. ആദ്യത്തെ പടം റൂപ്പർട്ട് വൈറ്റ് ആയിരുന്നു, നമ്മുടെ മാട്രിക്സ് അല്ല സംവിധാനം ചെയ്തിട്ടുള്ളത്. സോ ഈ 2 പടങ്ങൾ, അതിൽ തന്നെ വാർ ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എപ്സ് ആണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള. അദ്ദേഹത്തിന്റെ ഒരു മേക്കിംഗ് പോലെ അല്ല ഇത് നമ്മുടെ വെസ്റ്റ്ബോളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്, നമ്മുടെ മെയ്സ് റണ്ണർ ചിത്രങ്ങളുടെ സംവിധായകൻ. സോ ആളുടെ ആ ഒരു വേ ഓഫ് മേക്കിംഗ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ മെയ്സ് റണ്ണർ സിനിമകളിലെ ആ ഒരു പാറ്റേൺ നമുക്ക് അതേപോലെ തന്നെ കാണാൻ പറ്റും. കാരണം ആ ഒരു വേൾഡ് ബിൽഡിങ്ങിന്റെയും അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെയും പിന്നെ ആക്ഷൻ സീക്വൻസുകളും സെറ്റ് പീസസ് ഒക്കെ വെക്കുന്ന ആ ഒരു മോഡ് ചെറുതായിട്ട് അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടെന്ന് പറയാം, പ്രത്യേകിച്ച് മെയ്സ് റണ്ണർ ചിത്രങ്ങളായിട്ട്. പക്ഷെ അതും ഇതായിട്ട് യാതൊരു തരത്തിലും കമ്പാരിസൺ പറ്റില്ല. കാരണം അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടെററിന് പോകുന്നതിന് മുമ്പ് ഇത് നേരെ തിരിച്ചു. പക്ഷെ ഈ ഒരു സിനിമയായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു വേൾഡ് എന്താണ്, ആ ഒരു വിഷൻ പ്രോപ്പറായിട്ട് നമുക്ക് കൺവേ ആവുന്നുണ്ട്. ഇനി എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് ഒരു ഭദ്രമായ കൈകളിൽ തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ. സോ ഇങ്ങനെ തന്നെ ഈ 3 സിനിമകൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ഒരുപാട് പുതുമയുള്ള നറേറ്റീവ് ഒന്നല്ല സിനിമയ്ക്ക്, പക്ഷെ വിഷ്വലി നല്ല കണ്ടിരിക്കാൻ നല്ല രസമുള്ള, നല്ല റെൻഡേഡ് ആയിട്ടുള്ള കുറെ നല്ല CG വർക്കുകളൊക്കെ തന്നെയാണ്. പക്ഷെ മറ്റേൽ കിട്ടിയ അത്ര ആ ഒരു ഇമോഷണൽ ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടില്ല. അതിൽ ആ ഒരു മോഷൻ ക്യാപ്ചർ ടെക്നിക്സ് വെച്ച്, പ്രത്യേകിച്ച് അതിലെ ആൻഡി സർക്കസിന്റെ സീസർ എന്നൊരു ക്യാരക്ടർ, അതൊക്കെ കിഡിലനായിരുന്നു. പക്ഷെ അതേപോലെ ഒരു പെർഫെക്റ്റ് ക്യാരക്ടറൈസേഷൻ ഒന്നും ഇതിലില്ല. ഇതിൽ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ഒരു ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ. അതിന് സ്റ്റോറി പ്ലോട്ടൊക്കെ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. ഭയങ്കര ലെയ്മനായിട്ടുള്ള, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. തുടക്കം മുതൽ അവസാനം വരെ എന്താ നമുക്കറിയാം, അടുത്തടുത്ത സീനുകളൊക്കെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു ഓവറോൾ സെറ്റപ്പ് കാരണം നമ്മളിങ്ങനെ കണ്ടിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ദിസ് ഈസ് നോട്ട് ദ ബെസ്റ്റ് പ്ലാനറ്റ് ഓഫ് ദീസ് മൂവി. പക്ഷെ സ്റ്റിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവര് അത്ര നല്ല ഒരു പ്രോപ്പർ ഫിറ്റിംഗ് ആയിട്ടുള്ള എൻഡിങ്ങിൽ നിർത്തിയിട്ട് പിന്നീട് തുടങ്ങുമ്പോഴുള്ള നല്ല തുടക്കമായിട്ട് തോന്നും. കാരണം നമ്മൾ എപ്പോഴും ഒരു പീക്ക് സാധനം കണ്ടിട്ട് പിന്നെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും തന്നെ അധികം ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഇതങ്ങനെയല്ല, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. സോ ഒരുപാട് എക്സ്പെക്ടേഷനിലൂടെ പോവുകയാണെങ്കിൽ, ഈ പ്രത്യേകിച്ച് ഒരു ഫ്രാഞ്ചൈസിന് ഇഷ്ടമാണെങ്കിൽ, ഇനി ഇതിന്റെ ബാക്കി കൺവേഷനൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോക്കാം. ഈ ഒരു ഫ്രാഞ്ചൈസിനെ പറ്റി തീരെ അറിയാത്തവർക്ക് ഒരു സ്റ്റാൻഡ് അലോൺ മൂവി എന്ന രീതിക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. കാരണം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ക്യാരക്ടേഴ്സിന് പുതിയതായിട്ടൊന്നും അറിയാത്ത പോലെ ഒന്നും അറിയാത്ത ആൾക്കാർക്കും നീറ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് 2-3 വേർഡ്സിലൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു പാസ്റ്റ് വെച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഒരുപാട് വലിയ കാര്യങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഇതൊരു 10ാമത്തെ മൂവിയാണ് ആക്ച്വലി. സോ ഒരു പ്രോപ്പർ ഒരു ഫുൾ സർക്കിളിൽ വരേണ്ട സമയമൊക്കെ ആവുന്നുണ്ട്. സോ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ ഒരു ഐ തിങ്ക് ഒരു 2-3 ട്രയോളജി ഇതുപോലെ ചെയ്ത് കഴിയുകയാണെങ്കിൽ ആ ഒരു പഴയ സിനിമകളായിട്ട് ടൈപ്പ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റും. സോ അത്തരത്തിൽ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട് പ്ലാനറ്റ് ഓഫ് ദീസ് മൂവിക്ക്. സോ തീർച്ചയായിട്ടും കണ്ടുപോകുക. ഓൾറെഡി കണ്ടവരാണെങ്കിൽ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.